അമേരിക്കൻ മലയാളികളുടെ കൂട്ടായ്മ അവതരിപ്പിക്കുന്ന ജനം US പ്രസിഡൻഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകമാസകലം ഉറ്റുനോക്കുന്ന ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമേരിക്കയിലെ പ്രവാസി മലയാളികൾ നടത്തുന്ന ഈ സംവാദമാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ സംവാദത്തിലേക്ക് സംവാദകരായി എത്തുന്നത് ശ്രീ സുരേന്ദ്രൻ നായർ മിഷിഗണിൽ നിന്നും, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് അംഗവും മിഷിഗണിലെ മലയാളി സാമൂഹ്യ സാഹിത്യ രംഗത്തെ ലബ്ധപ്രതിഷ്ഠുമായ സുരേന്ദ്രൻ നായർക്ക് ഈ സംവാദത്തിലേക്ക് ഹാർദമായ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. രണ്ടാമതായി നമ്മുടെ കൂടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ സുരേഷ് രാജാണ്. അമേരിക്കയിലെ മേരിലാൻഡ് സംസ്ഥാനത്ത് താമസിക്കുന്ന ശ്രീ സുരേഷ് രാജ് ഒരു IT വ്യവസായ സംരംഭകനും സിനിമ നിർമ്മാതാവുമാണ്. മലയാളികളുടെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായ എന്ന് നിന്റെ മൊയ്തീൻ മലയാളി പ്രേക്ഷകർ സഹർഷം സ്വാഗതം ചെയ്ത ആ സിനിമയുടെ നിർമ്മാതാവ് കൂടെയാണ് ശ്രീ സുരേഷ് രാജ്. സുരേഷ് രാജ് ഈ സംവാദത്തിലേക്ക് അങ്ങേ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. മൂന്നാമതായി നമ്മുടെ കൂടെയുള്ളത് ശ്രീ ജയ് കുളമ്പിലാണ്. അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ താമസിക്കുന്ന അദ്ദേഹം മലയാളി സംഘടനകളിലും മലയാളി സാമൂഹ്യ രംഗത്തും സംഘടനാ പ്രവർത്തനത്തിലും സജീവമായി നിൽക്കുന്ന ശ്രീ ജയ് കുളമ്പലിന് ഈ സംവാദത്തിലേക്ക് സ്വാഗതം പറയുന്നു. ഇനി നമ്മുടെ കൂടെയുള്ളത് ശ്രീ സുരേഷ് എഞ്ചൂരാണ്. കഴിഞ്ഞ 20 വർഷമായി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ താമസിക്കുന്ന അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്. അദ്ദേഹവും അമേരിക്കയുടെ പശ്ചിമ തീരത്ത് വെസ്റ്റ് കോസ്റ്റിലെ മലയാളി സംഘടനയിലെ നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിനും ഈ സംവാദത്തിലേക്ക് സഹർഷം സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകമാസകലം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 59ാമത് തെരഞ്ഞെടുപ്പ്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നിരവധി വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. അമേരിക്കയിൽ ഉടനീളം ലോകമെമ്പാടും ഉടനീളം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നവംബർ 3-ാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതൊക്കെ വിഷയങ്ങളാണ്, ഏതൊക്കെ സൂചനകളാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് രണ്ട് സ്ഥാനാർത്ഥികളുടെയും ജയത്തിനും പരാജയത്തിനും നിർണായക ഘടകങ്ങളായേക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം എന്നാണ് ഈ സംവാദത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക രംഗം, അതുപോലെ തന്നെ ഇമിഗ്രേഷൻ പോളിസി, ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങൾ, വർഗീയത, ടാക്സ് റിഫോംസ് എന്നീ കാര്യങ്ങളാണ് പ്രമുഖമായും ഈ തിരഞ്ഞെടുപ്പിന് മുന്നിലുള്ള വിഷയങ്ങളായിട്ട് ഇതിനു മുമ്പ് പല സംവാദങ്ങളിലും പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളിലും സൂചിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യമായി നമ്മൾ പോകുന്നത് ശ്രീ സുരേന്ദ്രൻ നായരിലേക്കാണ്. ശ്രീ സുരേന്ദ്രൻ നായർ, എങ്ങനെയാണ് ഈ വിഷയങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായേക്കാവുന്നത്? ഇരു പാർട്ടികളും ഇരു പ്രസിഡന്റ് കാൻഡിഡേറ്റുമാരും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു കാര്യത്തിന് എങ്ങനെയാണ് അവരുടെ ജയ പരാജയ സാധ്യതകളിലേക്ക് ഈ വിഷയങ്ങൾ കടന്നു വരുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഒരു വലിയ മഹാമാരിയുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. ലോകത്തെമ്പാടും ഉള്ള ആളുകൾ വളരെയധികം വ്യത്യസ്തമായ ആരോഗ്യ പരിപാടികളുമായിട്ട് മുന്നേറുമ്പോൾ ഈ രാജ്യത്ത് 90 ലക്ഷം ആളുകൾ ഈ രോഗത്തിന് അടിമപ്പെടുകയും 2.25 ലക്ഷം ആളുകൾ ജീവഹാനി നേരിടുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഇവിടെ ഊതി വീർപ്പിക്കപ്പെട്ട സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ വംശീയമായ ധ്രുവീകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് 2ാം ഊഴത്തിനു വേണ്ടി പ്രസിഡന്റ് ട്രംപ് പ്രവർത്തനം നടത്തുന്നു. അതിന് വ്യക്തമായ ബദൽ രേഖകളും അവതരിപ്പിച്ചുകൊണ്ട് ബറാക് ഒബാമയുടെ പിൻഗാമി എന്ന നിലയിൽ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള മുഴുവൻ സർവേകളും വ്യക്തമാക്കുന്നത് ഒരു ഭരണ തുടർച്ച അമേരിക്കയിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞ ആളുകൾ വളരെ ഉത്സാഹപൂർവ്വം ഏകദേശം 60 ലക്ഷം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. മുമ്പെങ്കുമില്ലാത്ത രീതിയിൽ ഈ പാൻഡമിക് അവസ്ഥയിലും
ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അമേരിക്കയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെയധികം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇനി നമുക്ക് സുരേഷ് രാജിലേക്ക് പോകാം. കൃത്യമായും ശ്രീ സുരേന്ദ്രൻ നായർ അദ്ദേഹം പറയുന്നു, ഇത് ഒരു ഭരണ തുടർച്ച ഉണ്ടാകില്ല, പ്രസിഡന്റ് ട്രംപ് രണ്ടാം ഊഴത്തിലേക്ക് വരില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അതോ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് രണ്ടാം ഊഴം ട്രംപിന് കരസ്ഥമാകുമെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് സൂചിപ്പിച്ചാലും. എൻ്റെ അഭിപ്രായം, ജനങ്ങളൊരു വ്യത്യാസം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് ജനങ്ങളുടെ അഭിപ്രായത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പോളിംഗിൽ കൂടെ ഒരു വലിയൊരു ചേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മെയിൻലി നമ്മുടെ അമേരിക്ക വേൾഡിലെ നമ്പർ 1 നേഷനാണ്. അത് അമേരിക്ക നമ്പർ 1 ആവാൻ കാരണം വേൾഡിലേക്ക് നമ്പർ 1 എക്കണോമി, നമ്പർ 1 മിലിറ്ററി, നമ്പർ 1 ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ എക്കണോമി ആണെങ്കിൽ നമ്പർ 1 ഇൻ ദ വേൾഡ്. ബൈഡൻ 36 വർഷം സെനറ്റിൽ നിന്നു, 7 പ്രാവശ്യം ഡെലവറിൽ നിന്ന് സെനറ്റ് ഇലക്ഷൻ ജയിച്ചു, 8 വർഷം വൈസ് പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തു. ഈ 44 വർഷവും പുള്ളി ഈ 3 പില്ലേഴ്സും സ്ട്രെങ്തൻ ചെയ്യാനാണ് വർക്ക് ചെയ്തത്. ഒബാമ ബൈഡൻ ഇറങ്ങിപ്പോകുമ്പോൾ അമേരിക്കയുടെ എക്കണോമി വേൾഡിൽ നമ്പർ 1 ആയിരുന്നു, മിലിറ്ററി സ്ട്രോങ് ആയിരുന്നു. അത് കൂടാതെ നമ്മുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിസൈഡ്സ് നമ്മൾ വേൾഡിലെ ഓൾഡസ്റ്റ് ഡെമോക്രസി കൂടാതെ നമ്മുടെ ഫ്രീ പ്രസ്സും എല്ലാം സ്ട്രോങ് ആയിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് ട്രംപ് വന്ന് 4 വർഷം കൊണ്ട് എക്കണോമി അമേരിക്കയിലെ വേഴ്സ് ആയിപ്പോയി, മിലിറ്ററിയുടെ മൊറാല് ലോവസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ആയിപ്പോയി, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വീക്ക് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ അമേരിക്കയെ തിരിച്ച് ആ സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ എക്സ്പീരിയൻസ് ആയ ജോ ബൈഡനെ പറ്റത്തുള്ളൂ. പിന്നെ ജോ ബൈഡന്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ എല്ലാവരെയും കോർത്തിണക്കി ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആണ്. 2 സൈഡിലെയും ആൾക്കാരായിട്ട് വർക്ക് ചെയ്യും. റിപ്പബ്ലിക്കൻ സൈഡിലെ പല സെനറ്റേഴ്സും കുറച്ച് നാളുകൾക്ക് മുമ്പ് ബൈഡനെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് അവരൊന്നും പറയുന്നില്ല. പുള്ളി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി എക്കണോമിയെ റിക്കവർ ചെയ്യാനായിട്ട് കേപ്പബിൾ കാൻഡിഡേറ്റ് ആണ്. എക്കണോമിയുടെ കാര്യം പറയുമ്പം ട്രംപിന്റെ 4 വർഷം കൊണ്ട് അമേരിക്ക 4 മില്യൺ, അതായത് 40 ലക്ഷം ജോബ്സ് ആണ് ലൂസ് ചെയ്തിട്ടുള്ളത്. ട്രംപിന്റെ ആദ്യത്തെ 3 വർഷം ഒബാമയുടെ അവസാനത്തെ 3 വർഷം കമ്പയർ ചെയ്യുമ്പം 15 ലക്ഷം ജോബ്സ് ആണ് ട്രംപ് ഒബാമയെക്കാളും കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം പൊതുവെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എക്കണോമിക്കലി വരുന്നൊരു സാഹചര്യവും കോവിഡിന് ഉണ്ടായ പരാജയവും കാരണം പല ആൾക്കാരും ഈ ഒരു അഡ്മിനിസ്ട്രേഷനായിട്ട് യോജിക്കുന്നില്ല. കോവിഡിനെ പറ്റി നമ്മൾ പറയുമ്പം വേൾഡിലെ 20% മരണം നടന്നത് അമേരിക്കയിലാണ്. പക്ഷെ വേൾഡിലെ പോപ്പുലേഷൻ 4% അമേരിക്കയിലുള്ളു. അപ്പൊ ടെക്നിക്കലി ഇത്രയും വലിയ വ്യത്യാസം വരാൻ അത് മിസ്മാനേജ്മെന്റ് കാരണം. ഞാൻ മിസ്മാനേജ്മെന്റ് പറയാൻ കാരണം ഒക്ടോബർ 2019 ബൈഡൻ പ്രത്യേകം റൈറ്റിംഗിൽ പറഞ്ഞതാണ് ഈ ട്രംപ് പാൻഡമിക് റെസ്പോൺസ് ടീം ഡിസ്മാൻഡിൽ ചെയ്തു. ഒബാമയും ബൈഡനും ഫോം ചെയ്ത് ഇങ്ങനെ അമേരിക്കയ്ക്ക് ഒരു പാൻഡമിക് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നെല്ലാം ടീമും ഫണ്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം റൈറ്റിംഗിൽ ഒക്ടോബർ 2019 പറഞ്ഞാണ്, അതായത് അമേരിക്ക ഒരു പാൻഡമിക്കിന് പ്രിപ്പയർഡ് അല്ല, വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ശേഷം 3 മാസത്തിനാണ് ഈ ഒരു സിറ്റുവേഷനിലെത്തി. അപ്പൊ ഇത് ഒന്നിടപെടുകയാണ്. ഇത് പാൻഡമിക് തുടങ്ങിയ അവസ്ഥയിൽ, നമ്മൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ഈ പാൻഡമിക് തുടങ്ങിയ അവസ്ഥയിൽ ലോകമെമ്പാടും, ഇപ്പോൾ ചൈനയിൽ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ലോകമെമ്പാടും ജനങ്ങൾക്ക് ഈ പാൻഡമിക്കിന്റെ അതിന്റെ ശരിക്കുള്ള അവസ്ഥ എന്താണ്, ഈ രോഗം എങ്ങനെയാണ് പകരുന്നത്, ഏത് രീതിയിൽ നമുക്ക് അതിന് നിയന്ത്രണ വിധേയമാക്കാം, അങ്ങനെ ആർക്കും ഒരു തിരിച്ചറിവില്ലാത്ത അവസ്ഥയിൽ, ഇവൻ തുടങ്ങിയ ചൈനയിൽ പോലും, ഇറ്റലിയിൽ പോലും, യൂറോപ്പിൽ പോലും അങ്ങനെ ഒരു പ്രിമച്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതിൽ അത് അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമായിട്ടോ, അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, നമുക്കത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം, പക്ഷെ ആർക്കും അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ബോധം ലോകത്തിന് തന്നെ ഇല്ലായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമായിട്ട് പറയുന്നത് എത്രത്തോളം ശരിയാണ് ശ്രീ സുരേഷ്? അത് നമ്മുടെ പാൻഡമിക് റെസ്പോൺസ് ടീമും ഫണ്ടിങ്ങും പ്രകാരം ഒബാമ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ ഉള്ളായിരുന്നു, ഇത് കണ്ടെയ്ൻ ചെയ്യേണ്ടത് വുഹാനിലാണ്. വുഹാനിന്റെ പുറത്ത് ഇത് പോകാൻ പാടില്ല. അമേരിക്കൻ സയന്റിസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഫണ്ടിങ് കാരണം അവിടുന്ന് ഇതിനു മുമ്പും വൈറസസും ഇൻഫെക്ഷ്യസ് ഡിസീസസും വന്നപ്പോൾ അമേരിക്ക സോഴ്സിൽ പോയാ കില്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർ അവിടുത്തെ സോഴ്സിൽ നിന്ന് ഇത് പുറത്തു വിടാൻ പാടില്ലായിരുന്നു. പുറത്തു പോയി കഴിഞ്ഞപ്പം ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി. സോ
ചൈന എന്ത് ചെയ്യുന്നു വെച്ചാൽ വുഹാനിൽ നിന്ന് പുറത്തോട്ട് അവരെ ചൈനയിലോട്ട് ആരെയും വിട്ടില്ല, പക്ഷെ വുഹാനിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിലോട്ട് പോയി. അപ്പൊ അവിടെ അമേരിക്കൻ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നേ അവർക്ക് അത് പേപ്പറിൽ വായിക്കുന്നതിന് മുമ്പേ അവർക്ക് മനസ്സിലാക്കി അവിടെ വെച്ച് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയായിരുന്നു. ആ ഒരു ഇന്റലിജൻസ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ശ്രീ ജെ പി, അങ്ങ് കരുതുന്നുണ്ടോ ഒരു അമേരിക്കയുടെ ഈ പറഞ്ഞ കോവിഡിനെ നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു കഴിവില്ലായ്മ, അതുപോലെ തന്നെ സാമ്പത്തിക രംഗം, ഇമിഗ്രേഷൻ, ഇതുപോലെ നിരവധി കാരണങ്ങളുണ്ട്, അങ്ങ് ഈ സുരേഷ് രാജും അതുപോലെ തന്നെ ശ്രീ സുരേന്ദ്രൻ നായരും പറഞ്ഞ ഈ വാദഗതികളോട് അങ്ങേക്ക് എത്രമാത്രം യോജിപ്പാണുള്ളത്? സുരേഷ് രാജ്, ഞാൻ തിരിച്ചു വരാം, എല്ലാവരിലും ഒരു റൗണ്ട് പോയിട്ട് അങ്ങയിലേക്ക് ഞാൻ തിരിച്ചു വരാം, ക്ഷമിക്കുക. ജെ പി, അങ്ങ് തുറന്നോളൂ. ഓക്കെ, താങ്ക് യു രാജീവ്. എനിക്ക് സുരേഷ് പറയുന്നതോട് കേട്ട് എനിക്ക് ചിരിക്കാൻ തോന്നിപ്പോയി. അതായത് അമേരിക്ക ചൈനയിൽ പോയി കോവിഡ് കണ്ടെയ്ൻ ചെയ്തില്ല എന്ന് പറയുന്നത് എത്രമാത്രം ഒരു ഫീസിബിൾ സംഭവമാണ് എന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം. ഒരു രാജ്യത്ത്, അതും പ്രത്യേകിച്ച് ചൈന മാതിരിയുള്ള ഒരു അയൺ വാൾ, അവർക്ക് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന മാത്രമല്ല, ദേ ഗോട്ട് എ ടോട്ടൽ അയൺ വാൾ. അതായത് 82,000 കേസസ് വന്നു, പിന്നെ അടുപ്പിച്ച് വന്നത് ദിവസങ്ങളോളം, മാസങ്ങളോളം ആ ഒരൊറ്റ നമ്പർ മാത്രമാണ്. അവര് ആ നമ്പർ കൂടിയതുമില്ല കുറഞ്ഞതുമില്ല, അവര് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ അവര് കോവിഡിന്റെ ആ മാരാമാരി അവിടെ വെച്ച് നിർത്തി. അപ്പോ ദിസ് ഇസ് ഹൗ ഫ്രീ ചൈന ഇസ്. ഈ ഒരു ചൈനയിൽ പോയി അമേരിക്ക വന്നിട്ട് ആ ഒരു പാൻഡമിക് കണ്ടെയ്ൻ ചെയ്യണം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു നടക്കാൻ യാതൊരു വിധത്തിലുള്ള സാധ്യത ഇല്ലാത്തൊരു സംഭവം. പിന്നെ ഈ കോവിഡ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും പുതിയതായി വന്ന ഒരു മഹാമാരിയാണ്. അപ്പൊ ഈ ഒരു സംഭവം നോ കൺട്രി ഹാഡ് ഫേസ്ഡ് ഇറ്റ് ബിഫോർ. ചൈന പോലും അതിനിപ്പോ അവരുടെ സ്വന്തം ബയോളജിക്കൽ വാർഫെയർ ആണോ എന്നറിയില്ല, അത് ഇസ് ഇറ്റ് മാൻ മെയ്ഡ് ഓർ ഇസ് ഇറ്റ് കോസ്ഡ് ബൈ ആനിമൽസ്, അങ്ങനെ പല സംഭവങ്ങളും ഇനിയും ഇതിനുള്ള തെളിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു വാക്സിനുള്ള ഒരു there is no vaccine on the horizon. അപ്പോ അങ്ങ് പറയുന്നത് ട്രംപിന്റെ നേരെ വിരൽ ചൂണ്ടാൻ കോവിഡിനെ ഒരു ആയുധമാക്കേണ്ട എന്നാണ് പറയുന്നത്? പറയാൻ പറ്റില്ല. എന്താ വെച്ചാല് ട്രംപും January 31st ഈ ബാൻഡ് ട്രാവൽ, ഈ ബാൻഡ് പീപ്പിൾ ഫ്രം ചൈന എൻറ്ററിങ് ദ കൺട്രി. എന്താ വെച്ചാല് അത്രയും സമയമെടുത്തു. ആ സമയത്തൊന്നും ആർക്കും ഒരു പിടുത്തല്ല ഇതിന്റെ ശരിക്കുമുള്ള ഒരു ഗഹനത. ഐ മീൻ ഇതിന്റെ ഒരു ശരിക്കുള്ള ഇറ്റ് എക്സ്പ്ലോഡഡ് സം ടൈം ഇൻ March, April. ദാറ്റ്സ് എ ടൈം ദ ഹോൾ വേൾഡ് ടുക്ക് നോട്ടീസ് ഓഫ് ഇറ്റ്. അപ്പോ ആ സമയം ആവുമ്പോഴേക്കും ഇറ്റലി, ഫ്രാൻസ്, UK, യൂറോപ്പ് മുഴുവന് അപ്പോഴേക്കും അത് ഇറ്റ് വാസ് ഫുള്ളി ഇൻഫെക്റ്റഡ്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ അമേരിക്ക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെന്റർ ഓഫ് വേൾഡ് എക്കോണമി. ഇതാണ് ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ വേൾഡ് എക്കോണമി. ഇതെന്ന് പറയുമ്പോൾ ഒരു അറിയാത്ത ഇങ്ങനത്തെ ഒരു പാൻഡമിക്കിനെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ എല്ലാം അടച്ചുപൂട്ടി വീട്ടിലിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ദേ ഹാഡ് ടു വാച്ച്, ദേ ഹാഡ് ടു ഒബ്സർവ് വാട്ട് ഇസ് ഹാപ്പനിങ്, ദേ ഹാഡ് ടു ഫോളോ ആൻഡ് ദേ ഹാഡ് ടു മേക്ക് ദ റൈറ്റ് ഡിസിഷൻസ്. അതെ, അങ്ങ് പറയുന്നത് വളരെ കറക്റ്റാണ്. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ ലോക്ക്ഡൌൺ അമിതമായിട്ട് ലോക്ക്ഡൌൺ പരീക്ഷിച്ച പല രാജ്യങ്ങളും പിന്നീട് നമ്മൾ കാണുകയുണ്ടായി. കോവിഡിനെ പ്രതിരോധിക്കാൻ എങ്ങനെയാണോ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാത്ത രാജ്യങ്ങൾ എങ്ങനെയാണോ പരാജയപ്പെട്ടത്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ലോക്ക്ഡൌൺ ഈവൻ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അമിതമായി ലോക്ക്ഡൌൺ ചെയ്തിട്ട് പോലും ഇന്ന് കോവിഡിന്റെ വളരെ നിയന്ത്രണ വിധേയമല്ലാത്ത സ്ഥിതിയിലാണുള്ളത്. സുരേഷ് അഞ്ചൂർ എന്താണ് പറയുന്നത്? സുരേഷ് അഞ്ചൂർ, അങ്ങിലേക്ക് വരാം. സുരേഷ് അഞ്ചൂർ, അങ്ങ് എന്ത് പറയുന്നു? ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഇലക്ഷൻ എങ്ങനെയായിരിക്കും നോക്കി കാണപ്പെടുക? രണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെയും പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക? ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഡെമോക്രാറ്റ്സിന്റെ ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ JP പറഞ്ഞ മാതിരി ചൈനയെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ചൈനയിൽ പോയി വൈറസിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ട്രംപ് എടുത്ത പല കാര്യങ്ങളും പലപ്പോഴും അത് നെഗറ്റീവായിട്ടാണ് പുറത്തു വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജാനുവരി ബിഗിനിങ്ങില് അദ്ദേഹം ചൈനയുടെ ട്രാവല് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, പലരും പറയുന്നത് ട്രംപ് ഒരു പക്ഷേ എന്താ പറയണേ, ഈ സയന്റിഫിക് ആയിട്ട് ഇത് ചെയ്യണില്ല, നോക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതും ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഫൗച്ചി ആൻഡ് ഡോക്ടർ ബ്രൂക്സ് ഇവർ രണ്ടുപേരും ചേർന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി വഴിയാണ് ട്രംപ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഉപദേശപ്രകാരമാണ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ടാസ്ക് ഫോഴ്സ് വൈസ് പ്രസിഡന്റ് പെൻസിന്റെ കീഴിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി.
സ്പെസിഫിക് ടാസ്ക് ഫോഴ്സ്. അപ്പോൾ ഈ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി അത് ഇവരുടെ സയന്റിഫിക് ആയിട്ടുള്ള അഡ്വൈസും ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ലോകത്ത് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം തന്നെ, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് അമേരിക്കയെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല, ട്രംപിനെ കുറ്റം പറയേണ്ട കാര്യമില്ല, സുരേഷ് രാജിലേക്ക് വരുന്നു, സുരേന്ദ്രൻ നായരിലേക്കും വരുന്നു. ഇത് കോവിഡിന്റെ പശ്ചാത്തലം മാത്രമല്ല, നമ്മൾ കോവിഡ് എന്ന് പറയുന്ന പല വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഏറ്റവും അധികം പ്രസിംഗ് ആയിട്ടുള്ള ഇഷ്യൂ, ഏറ്റവും അധികം വിവാദമായിട്ടുള്ള ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രതിനിധീകരിക്കുന്ന ഭാരതത്തിന്റെ അതുപോലെ തന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പോളിസിയാണ് ഇമിഗ്രേഷൻ പോളിസി, H1B. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ പോളിസിയുടെ ഈ ഒരു വളരെ ഹോട്ടായിട്ടുള്ള, വളരെ വിവാദമായിട്ടുള്ള വിഷയം രണ്ട് സ്ഥാനാർത്ഥികളും വളരെയധികം വ്യത്യസ്തമായി കാണുന്നത്. ശ്രീ സുരേന്ദ്രൻ നായർ, അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ഇമിഗ്രേഷൻ പോളിസി? രാജീവ്, ഇമിഗ്രേഷൻ പറയുന്നതിന് മുന്നേ കോവിഡിനെ കുറിച്ച് പറഞ്ഞ തെറ്റായ ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കോവിഡ് ഒരു പാൻഡമിക് ആയിട്ട് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചത് മാർച്ച് 11-നാണ്. ഇനഫ് ആൻഡ് മോർ സമയം ഈ ഗവൺമെന്റിന് കിട്ടി. നാളിതുവരെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു ആരോഗ്യ പാക്കേജ്, ഒരു പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഒരു വലിയ പരാജയം തന്നെയാണ്. ഈ രാജ്യത്ത് സാമ്പത്തികമായി വളരെ മുന്നതി നിൽക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രവർത്തന മേഖലയിലെ ആവശ്യതയും അതിന്റെ ലഭ്യതയും തമ്മിലുള്ള അന്തരം. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതാണ് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം WHO ഈ പാൻഡമിക്കിനെ സംബന്ധിച്ച് WHO കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും ട്രംപ് നിരാകരിച്ചു. നമ്മുടെ പ്രസിഡന്റ് അവരെ നിരാകരിച്ചിട്ട് CDC പറയുന്നതിനെ നിരാകരിച്ചു. അവർ പ്രധാനമായിട്ടും പറഞ്ഞ 3 കാര്യങ്ങളാണ് ഇത് പ്രതിരോധിക്കാൻ. മാസ്കിനെ ഇത്രയും പുച്ഛിച്ച് തള്ളിയ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഈ ലോകത്തൊരു രാജ്യത്തും കാണാൻ കഴിയില്ല. അത് കഴിഞ്ഞ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, പരസ്യമായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പ് ജാഥകളും റാലികളും ഒരിടത്തും മാസ്ക് ധരിക്കാതെ നടക്കുകയും, അത് കഴിഞ്ഞിട്ട് ഈ നമ്മളെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ കെയർ ആണ്. ഈ നമ്മുടെ ഈ ലോങ് വെയിറ്റിംഗ് ഇൻ ഡിപ്പാർട്ട്മെന്റ്, വാക്സിനേഷന്റെ അപര്യാപ്തത, വാക്സിനേഷന് കൊടുക്കുന്ന പ്രയോറിറ്റി, രോഗലക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കൽ പോലും പ്രകടിപ്പിക്കാതെ ആളുകൾ യഥേഷ്ടം സഞ്ചരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വാക്സിനേഷൻ എന്ന സംഭവം ഒരു കിട്ടാക്കനിയായി മാറി. അപ്പോൾ ഇത് മാനേജ് ചെയ്ത കാര്യത്തിൽ പരിപൂർണമായ പരാജയം കാണിക്കുന്നതാണ് സൗത്ത് കൊറിയ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സൗത്ത് കൊറിയ എത്രയായിരുന്നു നേരത്തെ ഇവിടെ പലരും പറഞ്ഞു ഇതൊരു ആഗോള പ്രതിഭാസമാണെന്ന്. 0.6% ആണ് ഇവിടുത്തെ മരണനിരക്ക്. ഇറ്റലി ഇത്രയും വലിയ പ്രശ്നം ഇവിടുത്തെ 4.6 ആണ് ഇവിടുത്തെ മരണനിരക്ക്. കാനഡയിലെ തൊട്ടടുത്ത രാജ്യമാണ് 4.5 ആണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് മാത്രം 2.25 ലക്ഷം ആളുകൾ, അതില് 75% ആളുകളും എബോവ് 60, ഇത്രയും ആളുകളെ മരണത്തിന് വിട്ടുകൊടുത്തത് ഒരു ഭരണ പരാജയം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പറഞ്ഞോളൂ സുരേഷ് രാജ്, പറഞ്ഞോളൂ. സുരേഷ് വളരെ കുറച്ച് സമയത്തേക്ക് അങ്ങേക്കെന്തെങ്കിലും പറഞ്ഞോളൂ. പെട്ടെന്ന് പറയാം. അതായത് ഇപ്പൊ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, മാസ്ക് ധരിക്കുന്ന കാര്യം ഡോക്ടർ ഫൗച്ചി തന്നെയാണ് മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വർക്കേഴ്സിന് അവർക്ക് വേണ്ടിയിട്ട് മാസ്ക് സേവ് ചെയ്യാൻ വേണ്ടി ഫൗച്ചി തന്നെയാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡിഫൻസ് പ്രൊഡക്റ്റ് ആക്ട് കൊണ്ടുവന്നിട്ട് എക്സ്ട്രാ വെന്റിലേറ്റേഴ്സ്, PPE എല്ലാം അമേരിക്ക മാത്രമേ അങ്ങനെ ഒരു ഡിഫൻസ് പ്രൊഡക്റ്റ് ആക്ട് മാതിരി ഈ എക്സ്ട്രാ PPE പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ സാധാരണ ജനങ്ങളെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭരണകൂടത്തിന് പറ്റുകയില്ല. അപ്പോ ഈ പറഞ്ഞ 3-4 കാര്യങ്ങളൊക്കെ തെറ്റാണ്. അത് വസ്തുതാപരമായിട്ട് ശരിയാണെങ്കിലും നമ്മൾ പ്രായോഗികമായിട്ട് അതിന് പല പരിമിതികളും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുരേഷ് രാജ്, അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 50 ഈ അമേരിക്ക വേൾഡിലേക്ക് മെഡിക്കലി സയന്റിഫിക് അഡ്വാൻസ് നേഷൻ ആണ്. ഒരു പാൻഡമിക് വരാൻ ചാൻസ് ഉണ്ട്, വന്നാൽ പോപ്പുലേഷനെ, എക്കണോമിയെയും ബാധിക്കും, വേൾഡ് ബാധിക്കും. 50 മില്യൺ കൊടുത്ത് പാൻഡമിക് റെസ്പോൺസ് ടീം ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ട്രംപാണ് അത് എടുത്തു കളഞ്ഞത്. അത് കാരണമാണ് സംഭവിച്ചത്. ഒക്ടോബറിൽ ഞാൻ പറഞ്ഞ പ്രകാരം ബൈഡൻ പറഞ്ഞിരുന്നു പാൻഡമിക്കിന് അമേരിക്ക പ്രിപ്പയർഡ് അല്ല. പിന്നെ ഇത് തുടങ്ങിയപ്പം ട്രംപ് റോങ് ഡേറ്റയാ പബ്ലിക്കിന് കൊടുത്തത്. ട്രംപ് പാനിക്കായിട്ട്
ഇൻഫർമേഷൻ ഷെയർ ചെയ്തില്ല. ഇത് 4 മാസം കഴിയുമ്പോൾ ട്രംപ് ഇങ്ങനെ പറഞ്ഞു 15 3 മാസം കഴിഞ്ഞ് സമ്മർ ആകുമ്പോൾ താന്ന് 0 ആവുമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അത് ജനുവരിയിലെ അറിയായിരുന്നു. വുഡ്വേർഡിന്റെ ബുക്കിന്റെ ഇന്റർവ്യൂ പുള്ളി പറഞ്ഞിരുന്നു ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷെ പബ്ലിക്കിന് പുള്ളി റോങ് ഇൻഫർമേഷൻ അവർ ലീഡറായിട്ട് കൊടുത്ത്. ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്ന ഒരു പ്രധാന ആരോപണമാണ് മിസ്ഇൻഫർമേഷൻ. പക്ഷേ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഇൻഫർമേഷൻ ഇതേവരെ ഒരു രാജ്യത്തിന്റെ കയ്യിലും ഒരു ശാസ്ത്രജ്ഞരുടെ കയ്യിലും ഇല്ല എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. രാജീവ്, നമുക്ക് 2009 അവസ്ഥ ഭംഗിയായിട്ട് അറിയാം. 2009 H1N1 ഇവിടെ വ്യാപകമായി പരന്നപ്പോ 1% താഴെ നിർത്തി മരണസംഖ്യ നിയന്ത്രിച്ച് വളരെ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു ചരിത്രം ഈ രാജ്യത്തിന് മുന്നിലുണ്ട്. അത് മറക്കണ്ട. പക്ഷെ കോവിഡ് മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന മറ്റു ഘടകങ്ങൾ? നമുക്ക് ഒരുപാട് വേറെ ഘടകങ്ങൾ കോവിഡിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടായിരിക്കില്ലല്ലോ ജനങ്ങൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ എക്കോണമിയെ സംബന്ധിച്ച് പറയാനുണ്ട്. ഇമിഗ്രേഷൻ എക്കോണമി കോവിഡ് മുഖാന്തരം, കോവിഡ് വന്നതുകൊണ്ട് നമ്മുടെ എക്കോണമി മുഴുവൻ ലോക രാജ്യങ്ങളെല്ലാം കൂടെ ഒരു ഡിപ്രഷനിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബിസിനസ്സുകളെല്ലാം പൂട്ടി, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, എയർലൈൻ ഇൻഡസ്ട്രി ഇതെല്ലാം കുത്തനെ താന്ന് ഇരിക്കുകയാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി അതാണ് വളരെ വിദേശ ഇന്ത്യക്കാർ, നമ്മുടെ ഇന്ത്യൻ ഡയസ്പൊറയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഇമിഗ്രേഷൻ. എങ്ങനെയാണ് ജയ് കുളുമ്പിൽ അങ്ങ് എങ്ങനെയാണ് ഇമിഗ്രേഷൻ പോളിസിയെ നോക്കിക്കാണുന്നത്, ട്രംപിന്റെയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും? ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ, ദിസ് ഇസ് എപ്പോഴും പറയുന്നത് അമേരിക്ക ഇസ് എ ലാൻഡ് ഓഫ് ഇമിഗ്രൻസ്, യാതൊരു സംശയവുമില്ല. ഇന്നും ഇമിഗ്രൻസ് വെൽക്കം ആണ്. ഇന്നിപ്പോ ഒவ்வொരു ഇന്ത്യനും ഇവിടെ വന്നിട്ട് അവർ ഈ നാച്ചുറലൈസേഷൻ പ്രോസസ്സ് H1 ഏത് വിസ ഇതിൽ വന്നാലും അവരത് ആ പ്രോസസ്സ് ഒന്ന് എടുക്കാൻ ഇറ്റ് ടേക്സ് അബൌട്ട് 10 to 15 years അറ്റ്ലീസ്റ്റ് ഒരു ഗ്രീൻ കാർഡ് കിട്ടാൻ. അപ്പോൾ ഇവരെല്ലാവരും വളരെ ക്ഷമയോടുകൂടി വന്ന് ലീഗലി അപ്ലൈ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ആ പ്രോസസ്സിന് വെയിറ്റ് ചെയ്ത് ടാക്സും പേ ചെയ്ത് ദേ ആർ ലീഗലി സെറ്റിൽഡ് ചെയ്യുക. ഇവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കെയിം ഡൗൺ ഹെവിലി. അവര് വളരെ കാര്യമായി അവര് ഐസ് എന്നുള്ള ടീം, ഇമിഗ്രേഷൻ അതിന്റെ സ്പെഷ്യൽ ഫോഴ്സ്, അവര് ദേ വർ ഗോയിങ് ആഫ്റ്റർ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ there were lot of them with very bad ക്രിമിനൽ റെക്കോർഡ്സ്. ഇവർക്കെല്ലാം യാതൊരു വിധമായിട്ടുള്ള ഒരു ഡേറ്റയും ഇല്ല. ഇവർ വേണ്ട സമയത്ത് അവർക്ക് തോന്നിയ സമയത്ത് എന്തും ചെയ്തിട്ട് അവർ പല കുറ്റങ്ങളും ഇതും ചെയ്ത് അവർ വളരെ they were free at large and they were being used as, ഇവിടെ കൊട്ടേഷൻ സംഘം എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവരെ പല M13 പോലുള്ള ഗ്യാങ്ങുകൾ, എല്ലാ ഗ്യാങ്ങുകളും they were using them because അവരുടെ പേരിൽ ഒരു if they leave behind a trace, ഒരു ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഒരു DNA ഉണ്ടെങ്കിൽ they can never check because these people are unregistered, they are not here anymore, undocumented people. അപ്പൊ അതാണ് ഇത് ഒவ்வொരു രാജ്യത്തിനും അതിൻ്റെതായുള്ള ഒരു ചരിത്രമുണ്ട്. ഒരു 50 കൊല്ലം മുമ്പേ ഇവിടെ ആര് വന്നാലും ഇവിടുത്തെ പൗരനാവാം, they can become a citizen, it was open. ബട്ട് അത് കഴിയുമ്പോൾ ആ നാടിന്റെ ആ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റസ് വെച്ച് they need to control the immigration. That has to be there. അതിപ്പോ ഇന്നിപ്പോ 70-80 കാലഘട്ടത്തില് നമ്മുടെ മിഡിൽ ഈസ്റ്റില് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതില്ല. ഇന്നിപ്പോ ടോട്ടലി ഇറ്റ് ഇസ് ക്ലോസ്ഡ് ഡൗൺ. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ എന്താ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് തരാത്തത്? ചോദിക്കാൻ പറ്റില്ല. ഒவ்வொരു നാടിന്റെ നിലനിൽപ്പാണ് അത് നമ്മൾ ചോദിക്കാൻ പറ്റില്ല. ദാറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദ എക്കോണമി ഓഫ് ദ കൺട്രി. ഈ രാജ്യത്തിന്റെ എക്കോണമി നമ്മൾ ഇപ്പോ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഡൂയിങ് വെൽ. ഈ കോവിഡ് കാലത്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ഏതൊരു രാജ്യത്തിന്റെ റെക്കോർഡും ഇസ് ഓൾ ടേക്കൺ എ ബീറ്റിംഗ്. എല്ലാ രാജ്യത്തിലും എക്കോണമി ഈസ് വെരി ബാഡ്. എക്കോണമി മാത്രമല്ല, ജോലി, എല്ലാ കാര്യങ്ങളും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. ബട്ട് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ ഇറ്റ് ഇസ് ഇൻ ഫേവർ. ഇൻ സ്പൈറ്റ് ഓഫ് ദ കോവിഡ് വി ആർ ഡൂയിങ് ഗുഡ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ബട്ട് സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇമിഗ്രേഷൻ, ഐ എം ജസ്റ്റ് ലിമിറ്റിംഗ് ഇറ്റ് ടു ദ ഇമിഗ്രേഷൻ. അമേരിക്കൻ മലയാളികളുടെ കൂട്ടായ്മ അവതരിപ്പിക്കുന്ന ജനം US പ്രസിഡൻഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ചൈനയെ പറ്റി പറയുമ്പോൾ
ട്രൈനായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ കയറിയത്. ഇപ്പം ട്രംപിന്റെ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയും ചൈനയും ഉള്ള ട്രേഡ് ഡെഫിസിറ്റ് റെക്കോർഡ് ഹൈയിലിരിക്കുക. പിന്നെ രണ്ടാമത് ട്രംപ് ചൈനയായിട്ട് ബിസിനസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് പുള്ളി കൊടുത്ത 2016-17 $750 ടാക്സ് കൊടുത്തത് ചൈനയ്ക്ക് പുള്ളി $200,000 $2 ലക്ഷത്തിൽ കൂടുതൽ ടാക്സ് കൊടുത്ത് പുള്ളിക്ക് ചൈനയിൽ അക്കൗണ്ട് ഉണ്ട്, അവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് 3-4 ദിവസം മുമ്പ് ഫോബ്സ് മാഗസിനിൽ വന്നയാണ് അത് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം $5.4 million ട്രംപിന് ട്രംപ് ടവറിൽ ആർട്ടിഫിഷ്യൽ ലീസ് വഴി ചൈനയിൽ ഇൻകം ഉണ്ടായിട്ടുണ്ട്. മീൻസ് പുള്ളിയുടെ ബിസിനസ്സിലോട്ട് അത്രയും പൈസ വന്നിട്ടുണ്ട്. അപ്പം ചൈനയായിട്ട് സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ചൈനയായിട്ട് പുള്ളിക്ക് പേഴ്സണൽ ബിസിനസ് ഉണ്ട്. നമുക്ക് 2013 ബാങ്ക് അക്കൗണ്ട് 2013 ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. സുരേഷ് രാജ് പറഞ്ഞതിനെ പോലെ ഒരു കാര്യം കൂടെ, 1.07 ട്രില്യൺ ആണ് ഇപ്പൊ ഇൻഡെപ്റ്റ്നെസ് ടു ചൈന ആണ്. അത് നമ്മൾ മറക്കണ്ട. പക്ഷെ അതെല്ലാം ട്രംപിന്റെ ബാധ്യതയായിട്ട് പറയാമോ? പക്ഷേ സുരേഷ് അഞ്ചൂരിലേക്ക് വരുമ്പോ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ലോകം ആസകലം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത്, അതുപോലെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിന്, അതുപോലെ തന്നെ WHO മുതലായിട്ടുള്ള, അത് ഒരു രാജ്യത്തിന്റെ മാത്രം സംഘടനയല്ല, എല്ലാ രാഷ്ട്രങ്ങളും കൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സന്ദർഭം വരുമ്പോൾ ഒരു ഒറ്റയാനെ പോലെ ഞാൻ ഇതിന്റെ കൂടെ ഇല്ല, ഞങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു പ്രവണത, അത് എത്രത്തോളം സുരേഷ് അഞ്ചൂർ അങ്ങ് സാധൂകരിക്കുന്നുണ്ട്? എന്നെ സംബന്ധിച്ചോളം എൻവയോൺമെന്റ് വളരെ ഒരു കീ ഇഷ്യൂ ആണ്. അത് പാരീസ് അക്കോർഡിൽ നിന്ന് പോയത് അത്ര ശരിയായിട്ടുള്ള ഒരു നീക്കമല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് കാരണമാണ് ഈ എന്താ പറയുക എൻവയോൺമെന്റ് ചേഞ്ച് ഉണ്ടാവുന്നതെന്നുള്ള ഒരു 100% ക്ലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ ദർ വിൽ ബി ലൈക്ക് ഒരു കുറഞ്ഞ പക്ഷം ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു വേരിയബിളിന്റെ ബേസിസിൽ, അതായത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ബേസിസിൽ മാത്രമാണ് എൻവയോൺമെന്റ് ചേഞ്ച് ഉണ്ടാവണേ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു തെറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ പക്ഷേ അത് ഗ്ലോബൽ എൻവയോൺമെന്റ് ഗ്ലോബൽ വാർമിംഗ് തന്നെ എന്ന് പറയുന്നത് തന്നെ നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ പരിസ്ഥിതിയെയും ലോകത്തെയും ഭൂമിയെയൊക്കെ അപകടപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് അതിന്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. സുരേഷ് ഒരു ചോദ്യം, കാരണം ഈ അടുത്ത ദിവസങ്ങളാണ് പറഞ്ഞത് ഇന്ത്യ ഈസ് എ ഫിൽത്തി കൺട്രി എന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണ്. പരിസ്ഥിതിയാണ് വിഷയം, പരിസ്ഥിതിയാണ്. ഇന്ന് നമ്മള് അത് വളരെയധികം സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ ഇസ് എ ഫിൽത്തി കൺട്രി എന്ന് പറഞ്ഞത് അതിന്റെ ആ മാലിന്യതയെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ നാട്ടില് കേരളത്തിൽ തന്നെ അറിയാം എത്രത്തോളം മാലിന്യങ്ങളുടെ പ്രശ്നമുണ്ടെന്ന്. അല്ല, എന്താ ഇവിടുത്തെ EPAയുടെ സ്ഥിതി? ഇവിടുത്തെ അമേരിക്കയിലെ EPAയുടെ സ്ഥിതി എന്താണ്? അല്ലല്ല, ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഓട്ടോമൊബൈൽ ഈ സ്മോഗ് എന്ന് പറഞ്ഞ ആ സംഭവം കാരണം എത്ര ദിവസം ഡൽഹിയില് കഴിഞ്ഞ കാലഘട്ടത്തിലേക്കും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയെക്കാട്ടും വലിയ പൊള്യൂഷൻ ആണ് ഇന്ത്യ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതിനകത്ത് സുരേന്ദ്രൻ നായർ JP പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. അതായത് പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യ, ചൈന മുതലായ തേർഡ് വേൾഡ് കൺട്രീസ്, 3ാം ലോക രാജ്യങ്ങളിലുണ്ടായ അന്തരീക്ഷ മലിനീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാക്കിനെ മാത്രം അടർത്തിയെടുക്കുകയും അതേക്കുറിച്ച് പിന്നെ അതിനെ ഒരു വിവാദമാക്കുകയാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. മാധ്യമങ്ങളാകട്ടെ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറി ഇവിടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസിയെ പൂർണ്ണമായിട്ട് ദുർബലപ്പെടുത്തി. അവിടുത്തെ ഫണ്ട് മുഴുവൻ ദുർബലപ്പെടുത്തി, കുറച്ചു, ഫണ്ട് കട്ട് ചെയ്തു. എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? അല്ലല്ല, ഒരു നിമിഷം അത് ഞാൻ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ്. അത് എന്താ സംഭവിച്ചാല് ബിക്കോസ് ഈ ഫെൽറ്റ് അമേരിക്ക ഈസ് ടേക്കിംഗ് മോർ ദാൻ ദേ ആർ പേയിങ് മോർ ദാൻ വാട്ട് ദേ ഷുഡ് ബി പേയിങ്. അവര് ഇത് ലോകത്തെ എല്ലാവരുടെയും ഒരു ചുമതലയാണ് അല്ലെ, അമേരിക്കയുടെ മാത്രം ചുമതലയായിട്ട് എങ്ങനെ മാറി? ഇന്നിപ്പോ നാറ്റോ എന്നുള്ള പറഞ്ഞ സംഭവത്തില് അമേരിക്ക ഒരുപാട് അവരുടെ ഷെയർ ഒരുപാട് കൂടുതലായിരുന്നു. ടുഡേ he has rearranged all those things, he has reworked it, and other countries, NATO countries are paying more than what they used to pay. അതുകൊണ്ട് ഞാൻ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. കാരണം സുരേഷ് രാജ് പറഞ്ഞോളൂ. റിപ്പബ്ലിക്കൻ പ്ലാറ്റ്ഫോം അതിൽ ട്രംപും പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് മാൻമെയ്ഡ് അല്ല. എല്ലാ സയന്റിസ്റ്റും വേൾഡിൽ പറയുന്നുണ്ട് ഇത് ഇറിവേഴ്സിബിൾ ചേഞ്ച്. 7 വർഷം അത് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഹ്യൂമൻ
റേസിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. അപ്പൊ ഇവർ പറയുന്നത് മനുഷ്യരായിട്ട് ക്രിയേറ്റർ അല്ല. ഒരു എക്സാമ്പിൾ നമുക്ക് കോവിഡ് സമയത്ത് നടന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ലെയറിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൽ കൂടെ അൾട്രാ വയലറ്റ് റേസ് സണ്ണിന്റെ വരും. ആ ഹോൾ ബിഗ് ആവും തോറും നമുക്കത് ക്യാൻസറും പല ഡിസീസും വരും. ഈ വണ്ടികൾ ഓടാതിരുന്ന സമയത്ത് ആ ഹോൾ പാച്ചപ്പ് ആയി, ബിക്കോസ് പൊല്യൂഷൻ പോകുന്നില്ല. അപ്പൊ അത് മാൻമെയ്ഡ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രൂവ്ഡ് ആണ്, അത് സയന്റിസ്റ്റുകൾ പറയുന്ന പ്രൂവ്ഡ് ആണ്. ആ സയന്റിസ്റ്റിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാതെ ഇത് ഒരുമിച്ച് ഇന്ന് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. ഇതൊരു ഹ്യൂമൻ റേസിനെ ബാധിക്കുന്ന, അല്ല നിങ്ങൾ അപ്പുറത്ത് ഞങ്ങൾ ഇപ്പുറത്തെന്ന് പറയേണ്ടതല്ല. ഇത് എല്ലാവരുടെയും പ്രോബ്ലം, നമ്മുടെ എല്ലാം പ്രോബ്ലം. ഒരുമിച്ച് ഇന്ന് സോൾവ് എങ്ങനെയാണ് സുരേഷ് അഞ്ചൂർ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഈ ഭൂലോകത്തെ വരും തലമുറകളെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളപ്പോൾ എങ്ങനെയാണത് അമേരിക്കയ്ക്ക് അതിനകത്ത് മാറാൻ പറ്റുക? അമേരിക്ക ബാക്കി എല്ലാവർക്കും ലീഡറായി നിൽക്കേണ്ട, എല്ലാവർക്കും മാർഗദർശിയായിട്ട് നിൽക്കേണ്ട ഒരു രാജ്യമാണ് അമേരിക്ക. എങ്ങനെയാണ് സുരേഷ് അഞ്ചൂർ അങ്ങ് പറയൂ. ബേസിക്കലി ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം പിന്നോട്ട് മാറിയ അത്ര ശരിയല്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മറ്റേ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മറ്റേ റെഗുലർ നാച്ചുറൽ ഫ്യൂവലിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 2030 ഒക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ വെഹിക്കിൾസ്, അല്ലെങ്കിൽ 2035 ആകുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ വെഹിക്കിൾസും നമ്മളെ നാച്ചുറൽ ഫ്യൂവൽ കൊണ്ടായിരിക്കും ഓടുക, ബാറ്ററി മുതലായതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഈസ് എ കോർപ്പറേറ്റ് നേച്ചർ, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക് കൺട്രി. ഇറ്റ് ഗീവ്സ് അത് പ്രൈവറ്റ് ഇന്റലിജൻസിന് കൂടുതൽ ഇത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെയുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് മുതലായ വലിയ വലിയ കമ്പനികൾ ഉണ്ടായത് മാതിരി ഈ എൻവയൺമെന്റൽ പൊല്യൂഷനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ പല പല ഇതും പുറത്തു വരും. അപ്പോൾ ഇപ്പൊ തന്നെ ഈ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറിയിട്ട് നാച്ചുറൽ ഫ്യൂവലിലേക്ക് വരുമ്പോൾ തന്നെ അത് വലിയൊരു ചേഞ്ച് ആയിരിക്കും. അതുപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ സ്വയം ഉണ്ടാവും. അങ്ങനെ സമ്മതിക്കുന്നു. പക്ഷെ ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളുടെയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് റിഫോംസ് ആണ്. അതായത് മീഡിയം ഇൻകം മുതൽ ചെറുകിട ബിസിനസ് മുതൽ വലിയ ബിസിനസ് വരെ അവരുടെ ടാക്സ് ബ്രാക്കറ്റ് കൂട്ടാൻ പോവുകയാണെന്ന്. സുരേഷ് രാജ് അങ്ങൊരു വ്യവസായം കൂടിയാണല്ലോ. ട്രംപ് വളരെ അധികം അനുകൂല സമീപനമാണ് സംരംഭകർക്ക് നേരെയും വ്യവസായികൾക്ക് നേരെയും ചെറുകിട വ്യവസായങ്ങൾക്ക് നേരെയും ടാക്സ് ബ്രാക്കറ്റിനെതിരെ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം 750 രൂപ ടാക്സ് കൊടുത്തിട്ടുള്ളത് വേറൊരു വിഷയം. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം വ്യവസായികൾക്ക് അനുകൂലമായിട്ടുള്ള, എപ്പോഴും നോക്കുകയാണെങ്കിൽ വ്യവസായത്തിന് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഭരണത്തിൽ വരുമ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ട്രംപിനെ എതിർക്കുമ്പോഴും ഒരു സംരംഭകൻ കൂടിയായ, വ്യവസായി കൂടിയായ അങ്ങ് എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെയും അവരുടെ നയങ്ങളെയും അങ്ങ് എതിർക്കുന്നത്? ഞാൻ രാജീവ് ജി പറഞ്ഞ ആ റിപ്പബ്ലിക്കൻസ് വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനെ എതിർക്കുന്നു. ഞാൻ ഡാറ്റ തരാം. കഴിഞ്ഞ 32 വർഷം അമേരിക്കയുടെ ഭരണം നോക്കുമ്പോൾ 16 വർഷം റിപ്പബ്ലിക്കൻ പ്രസിഡൻസ് ആയിരുന്നു, 16 വർഷം ഡെമോക്രാറ്റിക് പ്രസിഡൻസ് ആയിരുന്നു. 16 വർഷം ജോർജ് ബുഷ് സീനിയർ, ബുഷ് ജൂനിയർ, ട്രംപ്. ആ സമയത്ത് അമേരിക്കയുടെ നെറ്റ് ജോബ് ഗ്രോത്ത് 0. ബുഷ് സീനിയർ സമയത്ത് 3 മില്യൺ, ബുഷ് ജൂനിയർ സമയത്ത് 1 മില്യൺ, ട്രംപിന്റെ സമയത്ത് സോഫാർ -4 മില്യൺ, 0 ഗ്രോത്ത്. ആ 16 വർഷം ക്ലിന്റൺ ഒബാമ സമയത്ത് 23 മില്യൺ ജോബ് ഗ്രോത്ത് ആയിരുന്നു. ക്ലിന്റൺ സമയത്തും 12 മില്യൺ ആയിരുന്നു. ഒബാമ സമയത്ത് 35 മില്യൺ ജോബ്സ് ആണ് 32 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നു, ജോബ്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന ജോബ്സിൽ 32 മില്യൺ ജോബ്സ് വന്നിരിക്കുന്നത് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻസിന്റെ പോളിസി കൊണ്ടാണ്. അപ്പൊ ഈ റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ പോളിസി ജോബ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നില്ലെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ് അത്. പിന്നെ ട്രംപ് വന്നപ്പോൾ പ്രോമിസ് ചെയ്തത് 4% GDP ഗ്രോത്ത് ആണ് തരാമെന്ന് പറഞ്ഞത്. 2.5% ഫസ്റ്റ് 3 ഇയേഴ്സിൽ തന്നു, സെയിം ആസ് ഒബാമയുടെ 2.4%. ട്രംപ് പറഞ്ഞിരിക്കുന്നത് 1 ട്രില്യൺ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് തരാമെന്ന് പറഞ്ഞു, അത് 0 തന്നിരിക്കുന്നത്. അമേരിക്കയുടെ ഡെപ്റ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞ് ടാക്സ് ബ്രേക്ക് വെൽത്തി ആൾക്കാർക്ക് കൊടുത്തിട്ട് 8 ട്രില്യൺ ഡെപ്റ്റ്, റെക്കോർഡ് ഡെപ്റ്റ് ആണ് പുള്ളി ട്രംപ് 4 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ എല്ലാം നോക്കുമ്പം പ്രോമിസസ് ആർ ബ്രോക്കൺ. പിന്നെ ടാക്സ് കട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് മിഡിൽ ക്ലാസ് ഫാമിലീസിന്, മിക്ക മിഡിൽ ക്ലാസ് ഫാമിലീസിന്റെ ടാക്സസ് കൂടുക ചെയ്ത ട്രംപിന്റെ സമയത്ത്. ബൈഡന്റെ പോളിസി എന്ന് പറയുന്നത് പുള്ളി 400,000, 4 ലക്ഷത്തിൽ താഴെയുള്ള ആരുടെയും ടാക്സ് കൂട്ടത്തില്ല. 4 ലക്ഷത്തിന് മേലുള്ളവരെ കൂട്ടും. ബിക്കോസ് അമേരിക്ക ഡെപ്റ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ ഗ്രോത്തിന് വേണ്ടി ഫണ്ട് ചെയ്തേ പറ്റൂ. സോ ട്രംപിന്റെ പോളിസീസ് നമ്മൾ നോക്കുമ്പോൾ 4 വർഷം കഴിയുമ്പോൾ അമേരിക്കയെ വീക്ക് ആക്കിയിരിക്കുകയാണ്. ഒബ്വിയസ്ലി നമ്മൾ റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ 32 ഇയേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ ടാക്സ് പോളിസീസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രൂഫ് ജോബിൽ കാണണമല്ലോ ആ സമയത്തെ.
ഓക്കെ, ജെ പി പറയൂ അതിലേക്ക്. അതായത് ഏതൊരു രാജ്യത്തിന്റെയും ഒരു 6 ചാർട്ടാണ് അതിന്റെ ടോട്ടൽ ആ രാജ്യത്തിന്റെ എന്താണ് അതിന്റെ സാമ്പത്തിക നിലപാട് എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നത് 6 ഗ്രാഫാണ്. ഓക്കെ, ഒന്ന് വന്നിട്ട് GDP, I got the names here, economic growth, stock, unemployment, wage and poverty. ഈ 6 ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെയുള്ള എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് ഇവർക്ക് ധാരാളമായിട്ട് ഈ ചാർട്ട് പോയി അവർക്ക് ചെക്ക് ഈ കാലഘട്ടത്തില് ഇപ്പൊ ഞാൻ ഈ ചുരുങ്ങിയ ഈ കാലഘട്ടം മാത്രം എടുക്കുന്നത്. ഈ ട്രംപിന്റെ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് മാത്രം. അതായത് GDP 2016 ഒബാമ വൈറ്റ് ഹൗസ് ഒഴിയുമ്പോൾ 2% ആയിരുന്നു. ജനുവരിയിൽ ഇറ്റ് വാസ് 4%. ഓക്കെ, എക്കണോമിക് നമ്പർ 5% ആയിരുന്നു, അത് 6% ആയി. ഓക്കെ, സ്റ്റോക്ക് 17,000 ആയിരുന്നു സ്റ്റോക്കിന്റെ ഇൻഡെക്സ് 2016 ഒബാമ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ. 30,000 is the index. 30,000 is the index now. Okay, ഈ ഇതെല്ലാം ഉണ്ടായിട്ടും അതേമാതിരി ഈ പോവർട്ടി വന്നിട്ട് ഇറ്റ് വാസ് 15% in 2016. Now it is 10%. എക്കണോമിക് ഇൻഡിസസ്, ഈ സാമ്പത്തിക സൂചികകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ഭരണം ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. നമുക്കൊരു സമയപരിമിതിയുണ്ട്, നമുക്കിനി വളരെ കുറച്ച് നിമിഷങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അല്ല പറഞ്ഞോളൂ, സുരേന്ദ്രൻ നായരിലേക്ക് ഞാൻ തിരികെ വരാം. അപ്പോ ഈ സാമ്പത്തിക നിലയിലേക്ക്, സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് അങ്ങ് പറയുന്നതിനോടൊപ്പം തന്നെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കോവിഡ്, സാമ്പത്തിക രംഗം, ഇമിഗ്രേഷൻ, ഹെൽത്ത് കെയർ, വർഗീയത, ഇതെല്ലാത്തിനെയും ബന്ധപ്പെടുത്തി ഏത് സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതയാണ് അങ്ങ് ഈ വരുന്ന ഇലക്ഷൻ? 3-ാം തീയതി നമ്മൾ ഇലക്ഷൻ നടത്തി, 4-ാം തീയതി ഏകദേശം നമുക്ക് നില അറിയാൻ പറ്റുമ്പോൾ, ഈ വോട്ടിംഗ് നിലയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷവും അറിയാൻ പറ്റുമ്പോൾ ആരായിരിക്കും ജയിക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞുകൊണ്ട് അങ്ങ് ആ വിഷയത്തിലേക്ക് പോയാൽ. ആരോടാണ് ചോദ്യം? എന്നോടാണോ? സുരേന്ദ്രൻ നായരോട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടുത്തെ സർവേ പറയുന്നത് പോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ എത്താൻ പോകുന്നത്. ഭരണ തുടർച്ച അമേരിക്കയിൽ അസാധ്യമാകാനാണ് എല്ലാ സാധ്യതയും തെളിയുന്നത്. നേരത്തെ JP ഇൻഡെക്സ് പറഞ്ഞു. അതായത് ഇവിടുത്തെ ഉപഭോക്തൃ സൂചിക 60% ഡൗൺ ആയപ്പോ ഇവിടുത്തെ ഒഫീഷ്യൽ കണക്കിൽ പറഞ്ഞത് 7% എന്നാണ്. അപ്പൊ അതിലൊരു വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകും, ഒഫീഷ്യലും അല്ലാത്ത റിയാലിറ്റിയും തമ്മിൽ. അതുപോലെ ഇപ്പോഴത്തെ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാല് ഒബാമയുടെ കാലത്ത് വന്ന റിസഷൻ എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ അന്നത്തെ ഷെയർ മാർക്കറ്റ് 22,000 നിന്ന് 6,000 കൂപ്പുകുത്തി. ബാങ്കുകള് അതുപോലെ റിയൽ എസ്റ്റേറ്റ് കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി. ആ 22,000 ആയിരുന്ന ഷെയർ മാർക്കറ്റിനെ 19,000 ആക്കിയിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. അപ്പൊ അതിന്റെ അല്ലല്ല, ഇതെല്ലാം ഇത് ഒരു കാര്യം ഞാൻ പറയാം. 50 കൊല്ലത്തെ ആ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ സീ ദ സെയിം സ്പൈക്ക്. 2009 ഉണ്ടായിരുന്ന ആ ഡിപ്പ്, 2009 ആ സാമ്പത്തിക നിലപാട് ആകെ തകർന്നപ്പോൾ ഉണ്ടായ അതേ ആ ഒരു ഡിപ്പ് ഈ 50 കൊല്ലത്തെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ യു വിൽ സീ 3 or 4 times. അത് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് റിപ്പബ്ലിക്കിന്റെ ടൈമിൽ നടന്നിട്ടുണ്ട്, ഡെമോക്രസിന്റെ ടൈമിൽ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പൊ നേരത്തെ സുരേഷ് അഞ്ചൂർ പറഞ്ഞതുപോലെ, അതായത് ഈ ബൈഡന്റെ ശരിക്കും ബിൽ ബാക്ക് ബെറ്ററിനകത്ത് വളരെ വ്യക്തമായിട്ട് ന്യൂ ടെക്നോളജി, ബയോടെക്, ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണം അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇല്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പബ്ലിക്കൻ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹത്തിന് ഒരു എൻഡോഴ്സ്മെന്റ് കിട്ടുന്നത് കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ അറിയാം എത്ര കാലം കഴിഞ്ഞിട്ടാണ്. അത് വേറൊരു ഭാഗം. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പില് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളുടെ പ്രചരണം നടത്തുന്നുണ്ട്. അതിനകത്ത് ശരിക്കും ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡീല് അത് ആദ്യമായി ഒപ്പുവെച്ചത് തന്നെ അത് സെനറ്റില് ശ്രീ ജോ ബൈഡൻ ചെയർമാനായിരുന്ന കമ്മിറ്റിയുടെ അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 പ്രാവശ്യം പ്രസിഡൻസിയിൽ ഇന്ത്യ സന്ദർശിച്ച പ്രസിഡന്റ് ബറാക് ഒബാമയായിരുന്നു. റിപ്പബ്ലിക് ഡേ പരേഡിലെ ചീഫ് ഗസ്റ്റായിട്ട് അദ്ദേഹം പങ്കെടുത്തു.
സകല പ്രോട്ടോകോൾ ലംഘിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ പോയി എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇന്ത്യയുടെ എല്ലാ കാലത്തെയും നല്ല മിത്രമായിരുന്നു ബറാക് ഒബാമ. കൺക്ലൂഷനാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇതിന് രാഷ്ട്രീയ മിമിക്സുകൾ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമ്മൾ മൈനോറിറ്റിയാണ്, നമ്മുടെ മൈനോറിറ്റിയുടെ കൂടെയാണ് നിൽക്കേണ്ടത്. മൈനോറിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ടാവണം ഇവിടെ. സ്ത്രീകൾക്കും മൈനോറിറ്റീസിനും മിഡിൽ ഇൻകം ഗ്രൂപ്പിനും എമിഗ്രൻസിനും പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് തുടരണമെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. 60% മെജോറിറ്റിയുടെ കൂടെ നിന്നാൽ അങ്ങനെ നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് ഈ രാജ്യത്ത് എല്ലാവരും ഉള്ള ആ ഒരു ബ്യൂട്ടിയാണ്. ഈ വൈവിധ്യത അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ കൂടെ ജനങ്ങൾ പോകും. അതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ സുരേഷ് രാജ് അങ്ങ് പറയാനുള്ളത് പറഞ്ഞിട്ട് ഒരു അവസാനത്തെ അവലോകനവും കൂടെ പറഞ്ഞൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റിലേക്ക് നിർത്തിക്കോളൂ. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം നമ്മൾ 1929 മുതൽ 92 വർഷം നോക്കുമ്പോൾ ഏകദേശം 44 ഇയേഴ്സ് ഡെമോക്രാറ്റും ഒരു 48 ഇയേഴ്സ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ്സ് ആയിരുന്നു. അപ്പൊ ആവറേജ് ഒരു പ്രസിഡന്റ് സമയത്ത് റിപ്പബ്ലിക്കന്റെ സമയത്ത് S&Pയും ഡൗ ജോൺസും 30% ഗ്രോ ചെയ്തിട്ടുള്ള ആവറേജ്. പക്ഷേ ഡെമോക്രാറ്റ് സമയത്ത് ആവറേജ് ഗ്രോത്ത് വാസ് 100%. സെയിം തിങ് ഒബാമയുടെ ഫസ്റ്റ് ടൈം ഗ്രോ ചെയ്തതിന്റെ അത്രയും ഒരു 70% ഗ്രോ ചെയ്തെങ്കിലും ട്രംപിന്റെ ഫസ്റ്റ് ടൈം 40% സ്റ്റോക്ക് ഗ്രോത്ത് ഉള്ളു. പിന്നെ ബൈഡന്റെ പ്ലാൻ അനുസരിച്ച് ഇൻഡിപെൻഡന്റ് എക്കണോമിസ്റ്റ്, നോബൽ പ്രൈസ് വിന്നേഴ്സ്, മൂഡീസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ബൈഡന്റെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.8 മില്യൺ ജോബ്സ് ട്രംപിനെക്കാളും കൂടുതൽ ക്രിയേറ്റ് ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ബൂം ആൻഡ് ഹൈ പേയിങ് ജോബ്സ്, എൻവയോൺമെന്റ് റിലേറ്റഡ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അമേരിക്കയുടെ ഗ്രോത്തിനും ഫ്യൂച്ചറിനും യങ്സ്റ്റേഴ്സിനും ബെസ്റ്റ് തിങ് ഈസ് ടു ഫോളോ ബൈഡൻസ് പ്ലാൻ ബേസ്ഡ് ഓൺ നോബൽ പ്രൈസ് വിന്നേഴ്സ് എക്കണോമിക്സിന്റെ ഫോർകാസ്റ്റ് അനുസരിച്ച്. അത് 7.8 മില്യൺ ജോബ്സ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് പ്രൂഫ് തന്നെ ലാസ്റ്റ് 16 ഇയേഴ്സ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷന്റെ ജോബ് ഗ്രോത്ത് വെച്ച് നമുക്കത് പ്രൂവൺ ആണ്. അപ്പോ ഞാൻ പറയുന്നത്, അപ്പൊ JPയോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ കഴിഞ്ഞ 2016 ഇതുപോലെ തന്നെ ഏട്ടിലെ പശു പുല്ല് തിന്നുമോ? കടലാസുകളുടെ വിശകലനങ്ങളും അതുപോലെ തന്നെ ഈ സർവേകളും ഒക്കെ തിരുത്തിക്കുറിച്ചൊരു വിജയമാണ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചവെച്ചത്. നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക വിദഗ്ധന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും വിശകലനങ്ങളെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് ട്രംപ് ഭരണത്തിലേറിയത്. അങ്ങനെ ഒരു അട്ടിമറി ഇപ്രാവശ്യവും അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ ജയ്? തീർച്ചയായിട്ടും. എന്താ വെച്ചാല് നമുക്ക് എല്ലാവരും അറിയുന്നതാണ്, വോട്ട് കൗണ്ട് പ്രകാരം 2 to 3 മില്യൺ വോട്ട്സ് വന്നിട്ട് ഹിലറി ക്ലിന്റൺ ലാസ്റ്റ് ടൈം ഷീ വാസ് അഹെഡ്. ഓക്കെ, എന്നാലും നമുക്ക് അതിശയിക്കത്തക്ക വിധം ആയിട്ട് പുള്ളി അവിടെ ജയിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു കോവിഡിന്റെ ഒരു മായയാണ് ഈ ഒരു ചെറിയൊരു നമുക്കൊരു ക്ഷീണമായി മാറിയിരിക്കുന്നത് ട്രംപിന്. അപ്പോ ഈ കോവിഡ് കൊണ്ട് ആൾക്കാരുടെ ഒരു മനസ്സിലൊരു വിചാരമാണ്, ഒരു ചിന്തയാണ്. പിന്നെ ഇനിയൊരു കാര്യം ഞാൻ അതിന് മുന്നേ ഒരു കാര്യം, ഈ ഇന്ത്യ ഡെമോക്രാറ്റ്സ് ആണ് ഇന്ത്യ ഏറ്റവും ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ശരിയല്ല. എന്താ വെച്ചാല് പല നല്ല പദ്ധതികളും പല നല്ല പ്രോജക്ട്സുകളും നമുക്ക് ലഭിച്ചിരിക്കുന്നത് റിപ്പബ്ലിക്കിന്റെ ടൈമിലാണ്. ഇപ്പോ അത് മാത്രമല്ല, ഇത്തവണ ട്രംപ് വന്നതിന് ശേഷം പാകിസ്ഥാനുള്ള എല്ലാവിധമായ ഫണ്ട്സും ചോക്ക് ചെയ്തു. പാകിസ്ഥാൻ ഇസ് ടോട്ടലി ബാങ്ക്രപ്റ്റ്. സൗദി അറേബ്യ കൊണ്ട് അത് തന്നെ ചെയ്യിപ്പിച്ചു. സൗദി അറേബ്യ ഇസ് ആസ്കിംഗ് ഫോർ ദ ലോൺസ് ബാക്ക്. പാകിസ്ഥാൻ ഇസ് ഇൻ വെരി ബാഡ് സ്റ്റേറ്റ്. പാകിസ്ഥാന്റെ ആകെക്കൂടിയുള്ള ഒരു ആശ്രയം ചൈന മാത്രമാണ്. നമ്പർ 1, മിഡിൽ ഈസ്റ്റില് മിക്ക രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലിനായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് there is peace there. മാത്രമല്ല ഐസിസിന്റെ ദിവസം ക്ലിപ്പുകൾ ആൾക്കാരെ നിർത്തിവെച്ച് കത്തിക്കുന്നതും റേപ്പും കൂട്ടുകൊലകളായിട്ടും ആ 2013, 14, 15 കാലഘട്ടങ്ങളിൽ ദിവസം നമ്മൾ വളരെ, അതായത് ഇത്രയും ഡിസ്റ്റർബ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം വളരെ വളരെ ശക്തമായി എതിർത്ത് അത്ര ഐസിസും അവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്തത് ട്രംപാണ്. ഇന്ന് മാത്രമല്ല, ഈ കശ്മീർ ഇഷ്യൂ ബൈഡനും കമല ഹാരിസും ഓപ്പണായി പറഞ്ഞതാണ്. ഇന്ത്യ വന്നിട്ട് ദേ ഷുഡ് റീസ്റ്റോർ 370 സ്റ്റാറ്റസ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡ് ഇങ്ങനെ പറയുന്ന ഒരു ഡെമോക്രാറ്റ്സ് they are against India on CAA. They are against India on NGO. എൻജിഒന്റെ അടുത്ത തീരുമാനങ്ങൾ പണ്ട് മുതലേ അങ്ങനെയാണെന്നേ. നമ്മളെ അമേരിക്കയുടെ സൗകര്യത്തിലല്ല ഇന്ത്യ വളർന്നത്, അമേരിക്കയുടെ സൗജന്യത്തിലുമല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ വ്യക്തിത്വമുണ്ട്.
അല്ല ചൈന ഇത്രയും ആക്രോശമായിട്ട് ലൈൻ ഓഫ് കൺട്രോളിൽ അപ്പുറം നിന്നിട്ട് ഇത്രയും സൈന്യങ്ങളെ അകത്തേക്ക് അയച്ചപ്പോ നമ്മൾ വി റിയലി റെസിസ്റ്റഡ് ദം. എന്തുകൊണ്ടാണ്? വി ആർ ഹാവിംഗ്, നമുക്ക് US നല്ല പിന്തുണ ഉണ്ട്. അത് മാത്രമല്ല ജപ്പാൻ ബന്ധം കഴിഞ്ഞ 30 വർഷമായിട്ട് നന്നായിക്കൊണ്ടിരിക്കുക. അത് മാറാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഇവിടെ ഈ വിവാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ഗോയിങ് ടു ഇന്ത്യ, ഈസ് ഗോയിങ് ടു മാൽഡീവ്സ്, ഈസ് ഗോയിങ് ടു ശ്രീലങ്ക. ഇതെല്ലാം ചെയ്യുന്നത് ചൈനയുടെ ആ എൻക്രോച്ച്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പുതിയ കാര്യമല്ല, ഇത് 30 വർഷമായി തുടരുന്ന സംവിധാനമാണ്. ഇടപെട്ടുകൊണ്ടേ. അപ്പൊ ഈ ലോക രാജ്യങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള സുഹൃത്ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ട്രംപ് ഇങ്ങനെ പല പ്രവൃത്തികളും ട്രംപ് ഭരണകൂടം ചെയ്യുമ്പോഴും ഡെമോക്രാറ്റ് തിരിച്ചടിച്ചത് ഒരു ഇന്ത്യൻ വംശീയ സ്ഥാനാർത്ഥിയെ വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ടാണ്. സുരേഷ് അഞ്ചൂർ എങ്ങനെ കാണുന്നു അതിനെ? എന്നെ സംബന്ധിച്ചോളം കമല ഹാരിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇന്ത്യ വംശജരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും അവര് സ്വയം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജ. ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അപ്പുറത്ത് ഇന്ത്യക്കാരെ ഒരു സെക്കൻഡ് അതൊരു അംഗീകാരമാണ്. ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. അല്ല, അവര് സമ്മതിക്കാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ നമുക്ക് ഓഫീസ് നോക്കിയാൽ മതി, അതവരെ ഓഫീസ് പരിശോധിച്ചാൽ മതി, കൂടെയുള്ള സ്റ്റാഫിനെ പരിശോധിച്ചാൽ. താങ്കൾ പറഞ്ഞില്ല, അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവർക്ക് ചാർത്തി കൊടുക്കുന്നുണ്ടെങ്കിലും അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ന് പറയുന്നത് നിങ്ങളാണ്, അവര് പറഞ്ഞിട്ടില്ല. അവര് ഡിബേറ്റ് സ്വയം അവര് ഇന്ത്യ ബന്ധമില്ല എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസ് ആണ് ഇവിടെ. അല്ലല്ല, അവര് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഇന്ത്യ വംശജയാണെന്ന് അവർ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല. അവര് ഡിബേറ്റിൽ ഹയർ ഓഫീസ് വേണമെങ്കിൽ ഈ കമല ഹാരിസിന് ഒരു സ്റ്റെപ്പ് ഫോർവേഡ്. നമ്മുടെ പിള്ളേർ ഇങ്ങനത്തെ വൈസ് പ്രസിഡന്റോ ആവണമെങ്കിൽ ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നിക്കി ഹാലെ നമ്മുടെ ഗവർണർ ആയിരുന്നു, അതുപോലെ തന്നെ അലബാമയിലെ ഗവർണർ ആയിട്ടുണ്ട്. നമ്മുടെ അപ്പൊ പലപ്പോഴും ഇന്ത്യൻ വംശജർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് ഒരുപക്ഷെ ഡെമോക്രാറ്റിനേക്കാളും കൂടുതൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. ഡെമോക്രാറ്റ് പാർട്ടിയിലെ റോ ഖന്ന is with the Pakistani caucus. He is representative of Pakistan. അല്ല, അത് കമല ഹാരിസിന് മറുപടിയല്ല. കമല ഹാരിസിന് കിട്ടിയ അംഗീകാരത്തിന് മറുപടിയല്ല കമല ഹാരിസ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇതൊക്കെ ഇത്രയൊക്കെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഉണ്ടെങ്കിലും പല ട്രംപ് സപ്പോർട്ടേഴ്സ് ഈ പറയുന്ന മാതിരി അറ്റാക്ക് കാരണം അവര് തുറന്ന് ട്രംപ് സപ്പോർട്ടേഴ്സ് അത് സമ്മതിക്കാൻ തയ്യാറില്ല. അപ്പൊ ഈ 2% ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് 82% ഹിലറി ക്ലിന്റന്റെ വിജയ ശതമാനം. ബാക്കിയുള്ള 18% ട്രംപിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ട്രംപ് ജയിച്ചു. അതുപോലെ സ്വിംഗ് സ്റ്റേറ്റ്സ് പെൻസിൽവേനിയ, അരിസോണ അങ്ങനെയുള്ള 2-3 സ്വിംഗ് സ്റ്റേറ്റ്സില് ഉള്ള പോളാണ് ഈ ഫൈനൽ ഔട്ട്കം ഡിസൈഡ് ചെയ്യാൻ പോണത്. അവിടെ മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഉദാഹരണം പറഞ്ഞ പെൻസിൽവേനിയയില് നമ്മുടെ ബൈഡൻ ആദ്യം ഫ്രാക്കിങ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം പുള്ളി ചോട് മാറി. അപ്പോൾ അവിടുത്തെയുള്ള വോട്ടേഴ്സ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ പെൻസിൽവേനിയ മിക്കവാറും ട്രംപിന്റെ സൈഡിലേക്ക് പോകും. അതുപോലെ തന്നെ ടോമിയാണ് അത് നശിപ്പിച്ച് കളഞ്ഞ 11 ദിവസം മുമ്പ് ഹിലറി ക്ലിന്റന്റെ ലെറ്റർ വിട്ടിട്ട് ന്യൂട്രൽ ആയിട്ട് പോയില്ല. ആൾക്കാർ ബയാസ് ആയിപ്പോയി. പിന്നെ ഒരു ദിവസം മുമ്പ് പുള്ളി അത് വിഡ്രോ ചെയ്ത് കുഴപ്പമില്ലെന്ന്. പക്ഷെ അത് കാരണം അപ്പൊ ഇങ്ങനെ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനുമേ കളിച്ചുകൊണ്ട് ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല വളരെ സ്ഥിതിയാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ സമയം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പൊ നവംബർ 3 നടക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ പ്രവചനത്തിന് അതീതമായ രീതിയിൽ, പ്രവചനങ്ങൾക്കും ശാസ്ത്രീയമായ വിശകലനങ്ങൾക്കും അതീതമായ രീതിയിൽ ട്രംപ് വിജയിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിലും എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാലം കരുതി വെച്ചിരിക്കുക. 10 ദിവസങ്ങൾക്ക് ശേഷം 15 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 14 ഇലക്ഷൻ ഒഫീഷ്യലായിട്ട് ഇലക്ടറൽ കോളേജിന്റെ ഡിസംബർ 14 ഇലക്ഷൻ നടക്കുമ്പോൾ ജനുവരിയിൽ ആരായിരിക്കും പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടാണ് ലോകം ഇപ്പോഴും നോക്കിക്കാണുന്നത്. പ്രവചനത്തിന് അതീതമായ ഒരു മത്സരമാണ്. ഇപ്പോ ശ്രീ സുരേന്ദ്രൻ നായരും ശ്രീ സുരേഷ് രാജും ഡെമോക്രാറ്റിക് ഭാഗത്തിന്റെ അവരുടെ അവലോകനത്തിൽ, അവരുടെ വിശകലനത്തിലും ബൈഡൻ തന്നെ ആയിരിക്കും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുക എന്ന് ശക്തമായി വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ശ്രീ ജെ കുളമ്പിലും സുരേഷ് അഞ്ചൂരും
അത് ട്രംപിന്റെ ഭരണ തുടർച്ച തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. രണ്ട് വിഭാഗത്തിന്റെയും വാദഗതികൾ നമ്മൾ ശ്രദ്ധാപൂർവം ക്ഷമാപൂർവം കേട്ടു. വളരെ ശാസ്ത്രീയമായും വളരെ ആധികാരികമായിട്ടാണ് ഈ ചർച്ച മുമ്പോട്ട് പോയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ 4 പേരെയും വ്യക്തിപരമായിട്ട് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പക്ഷേ കാലം കാത്തിരിക്കുന്ന ആ ഒരു അത്ഭുതം എന്താണെന്ന് നമുക്ക് നവംബർ 4-ാം തീയതി അറിയാൻ പറ്റും. പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പമില്ല, നിയമക്കുരുക്ക് ഇല്ല എങ്കിൽ നവംബർ 4-ാം തീയതി പുലരുമ്പോഴേക്കും അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആരായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു. എല്ലാവരും വോട്ട് ചെയ്യുക പോയി. താങ്ക് യു.